നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചേക്കും. വിൻസെന്റ് എംഎൽഎയുടെ അറസ്റ്റിനെ തുടർന്ന് സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്. പോലീസിന്റെ ആവശ്യപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഇപ്പോഴും ഈ ഒരു സംഘർഷ സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണോ? നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ്? സൗമ്യ, നിലവിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ വിൻസെന്റ് എംഎൽഎയുടെ അറസ്റ്റിനെ തുടർന്ന് സ്ഥലത്ത് അന്നു മുതൽ തന്നെ വലിയ സംഘർഷാവസ്ഥയാണ് നിലനിന്നിരുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അവിടെ വലിയ പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ അവർ അവിടെ സമരപന്തൽ കെട്ടി സമരം നടത്തിവരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെ LDFന്റെ പ്രതിഷേധ യോഗം നടക്കുമ്പോൾ വിൻസെന്റ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയും കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലൊരു സാഹചര്യം ഇന്നും ഉണ്ടായേക്കും എന്നുള്ളത് കണക്കാണ്. ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു ശുപാർശ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. 144 പ്രഖ്യാപിക്കണം എന്നൊരു ശുപാർശ നൽകിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ കളക്ടർ സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ പ്രത്യേകിച്ചും നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും എന്നാണ് കളക്ടറിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികൾ കളക്ടർ സ്വീകരിച്ചു വരികയാണ്. ഷീജ, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായി ഇപ്പോഴത്തെ നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? നിലവിലിപ്പോൾ ഇന്ന് MLA രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നേരത്തെ തന്നെ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ വരികയാണെങ്കിൽ കാര്യങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ഇന്റലിജൻസ് അറിയിപ്പ് ഉണ്ട്. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏതായാലും സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ വേണ്ടി പോലീസ് ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MLA അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ MLAക്കെതിരെ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയുടെ വീടിന് സമീപത്തും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അന്നത്തെ ദിവസം മുതൽ നടക്കുന്നുണ്ട്. ഇതും ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അതൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് നിലവിലിപ്പോൾ ഏതായാലും പോലീസ് ഇത്തരത്തിലൊരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണോ കാണുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എപ്പോഴേക്കായിരിക്കും എന്നതടക്കമുള്ള കളക്ടർ അവിടെ എത്തുമോ? നിലവിലിപ്പോൾ നമുക്ക് കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കളക്ടറിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ സാങ്കേതിക പരമായ കാര്യങ്ങൾ മാത്രമേ ഇനി പൂർത്തിയാകാനുള്ളൂ. ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അത് പൂർത്തിയായ ഉടൻ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് നൽകുന്നതായിരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രാവിലെ ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത സ്ഥലത്തില്ല. നിലവിൽ കാര്യങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. അത്തരത്തിലൊരു സംഘർഷ സാധ്യത ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും തുടർന്ന് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വഷളായേക്കാം എന്നൊരു കണക്കുകൂട്ടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ പോലീസ് നൽകിയിരിക്കുന്നത്. ഒരു വിഷയം കൂടി ഷീജ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ വീടിന് നേരെ ആക്രമണം നടത്തുന്നു, ആ വിധത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ ഈ മേഖലയിലുള്ളവർ തന്നെയാണോ, പുറത്തുനിന്ന് ആളുകൾ വന്നാണോ ഈ കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതോ ഇവിടെ ഉള്ളവർ തന്നെയാണോ? ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ കൂടുതൽ പേരും പുറത്തുനിന്ന് എത്തുന്നു എന്നൊരു സംശയവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ അത്തരത്തിൽ പ്രത്യേകിച്ചും ഈ വീട്ടമ്മയുടെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ കൂട്ടത്തിൽ അത്തരക്കാർ ഉണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കൂടുതൽ കോൺഗ്രസുകാർ സ്ഥലത്തേക്ക് തമ്പടിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് LDFന്റെ പ്രതിഷേധ യോഗത്തിന് നേരെ കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും അതിക്രമം ഉണ്ടാകുന്നത്. തുടർന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളൊരു നടപടി ഉണ്ടാകുന്നതും അവരുടെ സമരപ്പന്തൽ അടക്കം അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ വഷളാകാതിരിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ശുപാർശ നൽകിയിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ പോകുന്നതും. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.